ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മാലയും അതേപോലെ ബ്രേസ്ലെറ്റും ഉണ്ടാക്കുക എന്നാണ്. പുതിയ മോഡൽ നമുക്കിപ്പോൾ അറിയാം. പേസ്റ്റൽ ബീഡ്സിൻ്റെ ഒക്കെയാണ് പിള്ളേർ എത്ര ഇട്ടാലും കളറ് പോകത്തില്ല, ഷൈനിങ് ഇല്ലാത്ത നോർമൽ ബീഡാണിത്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ നല്ല ട്രെൻഡിങ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ബോയുടെ. അല്ലെങ്കിൽ പല ഫ്ലവറിൻ്റെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത്. അപ്പോൾ ബോയുടെ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നും ഇതേപോലത്തെ മോഡലുകൾ ചെയ്ത് ഇട്ട് കാണിക്കാം നിങ്ങൾക്ക്. സ്റ്റാറിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ ഷെല്ലിൻ്റെ അങ്ങനത്തെ ഒക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ ഹെയർ ബാൻഡ് നമുക്ക് ഇതേപോലത്തെ വേണേൽ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും മാലയും ഒരേ മോഡലിൽ ചെയ്യാം. അപ്പോൾ ഇതിന് ഇത്ര സിമ്പിളാണ്. നമുക്ക് ടങ്കീസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ത്രെഡ് വെച്ചും ചെയ്യാം. ഇപ്പോൾ ഞാൻ ടങ്കീസ് വെച്ചാണ് ചെയ്യുന്നത്, സിമ്പിളായിട്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് ഇങ്ങനെ വെറുതെ കോർത്തിട്ട് കെട്ടിട്ടാൽ മതി. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കെട്ടിങ്ങനെ ഇടുമ്പോൾ ഊരിപ്പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് കെട്ടിടുന്നതെന്നാണ്. ഇതേപോലെ ഒന്ന് ചുറ്റുക, ടൈറ്റാക്കുക നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കെട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യവും അതേപോലെ പിന്നെയും ആ ചുറ്റി കൂടെ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യവും പിന്നൊന്നും കൂടെ മൂന്നാമത്തെ പ്രാവശ്യം ഇതേപോലെ വലിച്ചിട്ട് നന്നായി വലിച്ച് ടൈറ്റാക്കി വിടുക. അപ്പം അത് കെട്ട് വീഴും. പിന്നെ നമ്മൾ ഞാൻ വലിച്ച് ടൈറ്റാക്കുന്നതാണ്. ഇതേപോലെ നന്നായി ടൈറ്റാക്കിയ ശേഷം നമുക്ക് പിന്നെയും വേണേൽ ഒന്നും കൂടെ കെട്ടിടാം, ഇതേപോലെ 3 പ്രാവശ്യം. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സൈഡിൽ നിന്ന് വള്ളി എടുത്ത് ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത സൈഡിലെ വള്ളിയാണ് ചെയ്യുന്നത്. ഇതും ഇതേപോലെ 3 പ്രാവശ്യം ഞാൻ ഇട്ട് വലിച്ച് നല്ല ടൈറ്റാക്കി. അത് കഴിഞ്ഞ് വേണേൽ ഒരു കെട്ട് ഇതിൻ്റെ മുകളിൽ സാധാ പോലെ ഇടാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേതും കൊണ്ട് നിർത്താം. അപ്പോൾ ആദ്യം ഒരു കെട്ട്, പിന്നെ 3 കെട്ടിൻ്റെ 2 എണ്ണം വീതവും, പിന്നെ ഇതേപോലെ ഒരു കെട്ട്. പിന്നെ എത്ര വലിച്ചാലും പോരത്തില്ല, ഇളകത്തില്ല. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഉരുക്കിയിട്ട് അടുത്തെത്തുമ്പോഴേക്കും ഒന്ന് ഒട്ടിച്ച് വെക്കുക. ഫുള്ള് കയറി പോവല്ല്. അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബ്രേസ്ലെറ്റിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജോഡി. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.